നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിദാരുണമായ മറ്റൊരു അപകട വാർത്തയാണ് യുഎയിൽ നിന്ന് പുറത്തു വരുന്നത്. അബുദാബിയിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. വൻ അഗ്നിബാധയിൽ 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പൊള്ളലേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 5 പേർക്ക് ഗുരുതരമല്ലാത്ത പരിക്കുകളാണ് ഉള്ളതെന്നും അധികൃതർ അറിയിച്ചു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. മരിച്ചവരെയും പരിക്കേറ്റവരെയും സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. അബുദാബി ബനിയാസ് മേഖലയിൽ മുഅസ്സസ് മേഖലയിലെ ഒരു വില്ലയ്ക്കാണ് തീപിടിച്ചത് എന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. സംഭവ സമയം കുടുംബാംഗങ്ങൾ ഉറങ്ങുകയായിരുന്നു. 3 സഹോദരിമാരടക്കം 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഫാത്തിമ, ഷെയ്ഖ, മോന എന്നീ സഹോദരിമാരാണ് മരിച്ചത്. ഇതേ കുടുംബത്തിൽ നിന്നുള്ള ഖാലിദ് എന്ന കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മരിച്ചവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അധികൃതർ ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബനിയാസ് പ്രദേശത്തെ ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായതായി ഓപ്പറേഷൻ റൂമിൽ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് ടീമുകൾ തീ നിയന്ത്രണ വിധേയമാക്കിയതായി അതോറിറ്റി അറിയിച്ചു. സംഭവ സ്ഥലത്തേക്ക് കുതിച്ച രക്ഷാപ്രവർത്തകർ തീ അണയ്ക്കാനും പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുകയും കെട്ടിടം ഒഴിപ്പിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അപകടം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം വിവരങ്ങൾ അറിയാൻ ആശ്രയിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അബുദാബി സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം റിയാദിൽ താമസ സ്ഥലത്തെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. അപകടത്തിൽ മരിച്ച മലപ്പുറം കുറ്റിപ്പുറം പഞ്ചായത്തിലെ വളാഞ്ചേരി പൈങ്കണ്ണൂർ തറയ്ക്കൽ യൂസുഫിന്റെ മകൻ അബ്ദുൽ ഹക്കീം 31 വയസ്സ്, മലപ്പുറം മേൽമുറി നൂറേങ്ങൽ മുക്കിലെ നൂറേങ്ങൽ കാവുങ്കത്തൊടി ഇർഫാൻ ഹബീബ് 33 വയസ്സ് എന്നിവരുടെ മൃതദേഹമാണ് നാട്ടിലെത്തിക്കുന്നത്. റിയാദ് ഖാലിദിയയിൽ പെട്രോൾ പമ്പിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചത്. ഈ മാസം 5-നായിരുന്നു അപകടം ഉണ്ടായത്. പെട്രോൾ പമ്പിൽ പുതുതായി ജോലിക്കെത്തിയവരായിരുന്നു ഇവർ. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. മരിച്ചവരുടെ മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും KMCCയുടെ വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തൂവൂരും സഹപ്രവർത്തകരും ചേർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.